ഹലോ ഗൈസ്, പോക്കിമോൺ എക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അങ്ങനെ 8th and ഫൈനൽ ജിം ബാച്ച് അല്ലെങ്കിൽ 8th and ഫൈനൽ ജിം ലീഡറിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്, വൈൽഡ് ഫ്ലിക്ക്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ബാക്കി വിക്ടറിയിലോടി പോവുക. സോ ആക്ച്വലി അതാണ് ഈ ഒരു എപ്പിസോഡിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേർണി. നമ്മൾ ആക്ച്വലി ജിം ലീഡറും അത് തന്നെയാണ് പറയുന്നത്. ഓൾറെഡി 8 ജിം ബാച്ച് നമ്മൾ കളക്ട് ചെയ്തല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പോക്കിമോൺ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. ഇതാണ് വഴി ആക്ച്വലി. അല്ലല്ലോ, ഇത് വൈൻഡി ബുക്സ് അല്ലേ? അതുവഴി പോയാൽ പോക്കിമോൺ വില്ലേജ് വരും. പക്ഷേ പോക്കിമോൺ വിക്ടറി റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. യെസ്, ആക്ച്വലി ഞാൻ എൻ്റെ മറ്റേ ഫാഷൻ ഐറ്റംസ് മാറി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ആൻഡ് യെസ്, ഇവിടെ ഒരു കണക്റ്റിംഗ് ഹൗസ് ഉണ്ട്. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഇതായിരിക്കും വഴി, വിക്ടറി റോഡിലേക്കുള്ള വഴി. യെസ്, റൂട്ട് 21 ഡെർണിയർ വേ. ഓക്കെ, ഇതുവഴി വേണം പോകാനായിട്ട്. ഇത് കുറേ ട്രെയിനർ ബാക്കിലുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ യൂഷ്വലി ഞാൻ ഒരു ഏത് ഗെയിം, പോക്കിമോണിലെ ഏത് ഗെയിമായാലും ട്രെയിനർ ബാറ്റിൽ അത്ര ആവശ്യമില്ലാത്തതാണെങ്കിലും ഞാൻ കാണിക്കില്ല. ഓക്കെ, ഇവിടെ ഒരാൾ നിൽക്കുന്നു. ദിസ് ഗേറ്റ് ഈസ് ദ എൻട്രൻസ് ടു വിക്ടറി റോഡ്. യെസ്, ഓൺലി പോക്കിമോൺ ട്രെയിനേഴ്സ്. 8 ജിം ബാച്ച് കളക്ട് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ ഇതുവഴി കടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, ഇത് സ്റ്റോറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, കാബി, ഐ തിങ്ക് അത് ഐസ് ടൈപ്പ് ആയിരിക്കാമെന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ പോക്കിമോൺ സ്പെഷ്യൽ ട്രെയിനിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ 70 ഇപ്പോൾ പോകുന്നത്. അതായത് 60 to 70 ആ ഒരു ലെവലാണ് ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഇതൊരു പുതിയൊരു മൂവാണ്, ഗ്ലാസ് ബേൺ. എൻ്റെ മോനെ, പക്ഷെ അതുകൊണ്ടൊന്ന് നോട്ട് വെരി എഫക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇത് റോക്ക് ടൈപ്പ് ആയിരിക്കാമെന്നാണ് എനിക്ക് സാധ്യത. പക്ഷെ കണ്ടിട്ട് ഐസ് ടൈപ്പ് എന്നാണ് തോന്നുന്നത്. പക്ഷേ റോക്ക് ടൈപ്പ് പോക്കിമോൺ ആയിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. ഇത് 6th ജനറേഷനിൽ പോക്കിമോണാണ്. ആക്ച്വലി ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ 6th ജനറേഷനിൽ ഏതൊക്കെയാണ് പോക്കിമോൺ ഉള്ളതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അത് വളരെ കുറച്ച് പോക്കിമോൺസിൻ്റെ പേരും അവരുടെ ടൈപ്സ് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പോക്കിമോൺ ടീം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ട്രെയിനിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി 65-70 ആ ഒരു ലെവലാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഇത് പണിയാകുമോ? നല്ല രീതിക്ക് ഹിറ്റ് കൊള്ളുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോടടിയാ. ഓക്കെ, യെസ്, ക്രിട്ടിക്കൽ ഹിറ്റ്. മോനെ കണ്ടില്ലേ, ഒരു ബാറ്റിൽ കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ടീമിനും എക്സ്പീരിയൻസ് കയറുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. അതാണ് ഈ ഗെയിമിൽ മറ്റൊരു പ്രത്യേകത. എക്സ്പീരിയൻസ് ഷെയർ ആ ഒരു ഡിവൈസ് എല്ലാ പോക്കിമോണും നമുക്ക് ഈക്വലി എക്സ്പീരിയൻസ് കയറ്റാനായിട്ട് പറ്റും. ഓക്കെ, കിൻഡറാണ് അടുത്ത പോക്കിമോൺ. ഓക്കെ, നമുക്ക് എന്തായാലും ആഗ്രൂൺ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഒരു പരീക്ഷണത്തിൻ്റെ പേരിൽ. കാരണം ആഗ്രൂണിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ വീക്ക്നെസ് വാട്ടർ ടൈപ്പാണ്, യാതൊരു സംശയവും വേണ്ട. പറഞ്ഞു തോന്നില്ല, അപ്പോഴേക്കും സ്കാൾഡ് യൂസ് ചെയ്തു എൻ്റെ മോനെ. ഓക്കെ, അങ്ങനെ ആഗ്രൂൺ ഡൗണായി. സാഡ്, വളരെ സാഡ് കേസ്. ആദ്യത്തെ അടിക്ക് തന്നെ പോയി. ഓക്കെ, നമുക്ക് എന്തായാലും ലുക്കാവേ വെക്കാം. അതാണ്. സോ നമ്മുടെ ടീമിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടീമിൻ്റെ ഏറ്റവും വീക്ക്നെസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ടൈപ്പ് തന്നെയാണ്. അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. സോ ഇപ്പോഴുള്ള കറൻറ്റ് സിറ്റുവേഷനിൽ ഞാൻ ഒരു പോക്കിമോൺ ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. ഇത് എൻ്റെ പെർമനൻ്റ് ആൻഡ് ഫിക്സഡ് ടീമാണ്. എൻ്റെ മോനെ, ആ സ്കാൾഡൊന്ന് ബ്ലാസ്റ്റേഴ്സിന് പഠിപ്പിക്കണമെന്നുണ്ട്. എൻ്റെ മോനെ, അത് ജാതി മൂവുണ്ടോ. ഓക്കെ, നമുക്ക് എൻ്റെ സ്ക്രീൻ സ്പീഡ് യൂസ് ചെയ്ത് നമുക്ക് ഇത് കിൻഡ്രേനെ ഡിഫീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനിൽ
വാട്ടർ ടൈപ്പിന് എഗൻസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ആകെ 2 പോക്കിമോൺ മാത്രമേ ഉള്ളൂ. ഒന്ന് ലുക്കാറിയോ, മറ്റൊന്ന് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ്. ഓക്കെ, പിക്കച്ചു അല്ല റൈച്ചു അല്ലേ അത്. ഓക്കെ, നമുക്ക് എന്തായാലും സാസുക്കെ ആക്കാം. ലെറ്റ്സ് ഗോ സാസുക്കെ. സോ നമ്മുടെ ടീമിൻ്റെ ആകെയുള്ള വീക്ക്നെസ് പോയിൻ്റ് അത് മാത്രമാണ്. പക്ഷേ എക്സ്പെക്ട് ദാറ്റ് അത് ഒഴിച്ചിട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഗുഡ് ഗോയിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രശ്നം വരാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം ഒന്നല്ലെങ്കിൽ ഇത്രയും ബാറ്റിൽസ് നിന്ന് കഴിഞ്ഞ് വന്നതല്ലേ. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, നമ്മുടെ ടീം ബെസ്റ്റ് ടീം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ വാട്ടർ ടൈപ്പിനെ എങ്ങനെയെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. വിക്കാതെയുണ്ട്, ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ള ടീംസ് ഇപ്പോൾ അണ്ടർ ലെവലായിട്ടുള്ളത് ആഗ്രോൺ മാത്രമാണ്. സോ ആഗ്രോണിനെ കുറച്ചുകൂടി നന്നായിട്ട് ട്രെയിൻ ചെയ്യണം. ഐ തിങ്ക് ഈ ഒരു വിക്ടറി റോഡ് കഴിയുമ്പോഴേക്കും ആഗ്രോണും അത്യാവശ്യം നല്ല ലെവലപ്പ് ആകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം ആഗ്രോണിന് നമുക്ക് റിവൈവ് കൊടുക്കണം, അല്ലെങ്കിൽ റിവൈവ് ഇല്ല. ഓക്കെ, റിവൈവ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആഗ്രോണിന് കൊടുക്കാം. നമ്മുടെ കാഗിയ. ഓക്കെ, ബാക്കിയെല്ലാം ലെവൽ 60 ക്ലോസ് ടു 60 ആവാറായി. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ടൈറാൻട്രം ആൻഡ് ആഗ്രോ ഈ 2 പോക്കുകൾ മാത്രമേ ഇനിയിപ്പോൾ ലെവലപ്പ് ആകാനുള്ളൂ. നമ്മുടെ എയറോഡാക്റ്റിൽ ലെവൽ 60 ആകാറായി. ഓക്കെ, നമുക്ക് ഹൈപ്പർ പോർഷൻ നമുക്ക് അക്കേലീസിന് കൊടുക്കാം. യെസ്, എല്ലാ പോക്കിമോണും ഹീലപ്പ് ആയിട്ടുണ്ട്. യെസ്, ഗോ ദെൻ. ഇതാണ് വിക്ടറി റോഡിലേക്കുള്ള എൻട്രൻസ് എന്നാണ് പറഞ്ഞത്. യെസ്, നമ്മൾ കളക്ട് ചെയ്ത ആ ഒരു 8 ജിം ബാഡ്ജിൻ്റെ എംബ്ലംസ് ആയിരിക്കുന്ന അത് തോന്നുന്നത്. യെസ്, എൻ്റെ മോനെ, ഈ വേറെ ഒരു ഗെയിംസിൽ ഇങ്ങനൊരു എൻട്രി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് നമ്മളൊരു എന്താ പറയുക, ഇത് ഇപ്പം ഈ മിത്തിക്കലായിട്ടുള്ള സിനിമയിലൊക്കെ കാണുന്നില്ലേ, വലിയൊരു ലൈക്ക് എന്താ പറയുക, ഒരു വലിയൊരു ട്രഷർ ഹണ്ടിലേക്ക് പോകുമ്പോൾ കഥ ഓപ്പണായിട്ട് തുറക്കില്ലേ. ലൈക്ക് എന്തെങ്കിലും നമ്മൾ അറിയാതെ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതേപോലെ മാജിക്കൽ ഡോർസ് ഓപ്പൺ ചെയ്യുന്ന പോലെ ആ ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണ്. ലൈക്ക് നിങ്ങൾ ഈ മിത്തിക്കലായിട്ടുള്ള സിനിമാസ് കണ്ടിട്ടില്ലേ, അതായത് പുരാതനമായിട്ടുള്ള കാലങ്ങളിലുള്ള കെട്ടിടങ്ങളിലൊക്കെ ഇതേപോലുള്ള ഓപ്പണിങ്സ് ഉണ്ടാവും. സോ അതാണ് ഒരു വെറൈറ്റി ഫീലിംഗ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ദെൻ. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ സർഫ് യൂസ് ചെയ്ത് പോകേണ്ടി വരും. യെസ്, സർഫ് ഇപ്പം ആക്ച്വലി എനിക്ക് എന്തായാലും മാക്സ് ട്രിപ്പിലുണ്ട്. കാരണം സർഫ് യൂസ് ചെയ്ത് പോകുമ്പോൾ വൈൽഡ് പോക്കിയും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ്. ഓക്കെ, ഓ മൈ ഗോഡ്, ട്രെയിലർ ബാറ്റിൽ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ഒരു ട്രെയിനർ ഡൗൺ ആയി. എൻ്റെ മുന്നേ അടുത്ത
ആക്ച്വലി ഇത് നല്ലൊരു ഇത് തന്നെയാണ്. അപ്പം നമ്മുടെ ലെവലപ്പ് ആകാത്ത അണ്ടർ ലെവലപ്പായിട്ടുള്ള പോക്കമോൺസിനും എക്സ്പീരിയൻസ് കയറും. സോ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, എൻ്റെ മുന്നേ ഇവിടുത്തെ ഒരു സീനറിയോ നിങ്ങൾ കണ്ടോ വയസ്സ്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മുടെ ലുക്കാതെയൊക്കെ ഫെയിൻ്റായി, നമ്മുടെ ടയറാൻട്രമൊക്കെ ബാറ്റിൻ്റെ ഇടയിൽ ഫെയിൻ്റായി. നമുക്ക് എന്തായാലും ഒരു റിവൈവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലുക്കാതെയൊക്കെ എന്ത് ചെയ്യും എനിക്കറിയില്ല. ലുക്കാതെ ഫെയിൻ്റായി, ഉള്ള റിവൈവൊക്കെ തീർന്നുപോയി. ഓക്കെ, നമുക്ക് എന്തായാലും ടയറാൻട്രം ഹീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലുക്കാതെയോ എന്തെങ്കിലും അറിയില്ല. ഇപ്പോൾ വാട്ടർ ടൈപ്പ് പോക്കോൺ വന്നു കഴിഞ്ഞാലാണ് പണി. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ അല്ല. അതിൻ്റെ ഇടയിൽ ഒരു ട്രെയിനർ ബാറ്റിൽ എൻ്റെ പൊന്നെ. ഓക്കെ, ഇപ്പോൾ കറൻ്റ് നമ്മുടെ ടീമിൻ്റെ അവസ്ഥ ലുക്കാതെ ഫെയിൻ്റായി, നമ്മുടെ സ്റ്റാർട്ടർ പൊക്കിമോണും ഫെയിൻ്റായി. അമ്മയെക്കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണ്. റിവൈവ് ഇല്ല ഗൈസ്, അതാണ്. ഉള്ള റിവൈവ് എല്ലാം ഞാൻ യൂസ് ചെയ്തു. സോ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും ഹോപ്പുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തായാലും എന്തെങ്കിലും വി ഹാവ് സംതിങ് ടു ഡു അവർ സെൽഫ്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഏത് വഴി പോയാലാണ് ഇനി അടുത്ത ഈ ഒരു കേവ് താണ്ടി പോകണം. ഓക്കെ, നമുക്ക് എന്തായാലും കറങ്ങി ഒരു വഴി ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഏത് വഴി ആയിരിക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു വഴി പോയി നോക്കാം. ഓക്കെ, ഓ വൈൽഡ് പൊക്കമോൺ. ഓക്കെ, ആ സ്റ്റോൺ നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം ട്രെയിനർ ബാറ്റിലോ. നമുക്ക് എന്തായാലും സ്കിപ്പ് ദ ബാറ്റിൽ. ഓക്കെ, അങ്ങനെ ആ ഒരു ട്രെയിനർ ഡൗൺ ആയി. ആക്ച്വലി ഇങ്ങോട്ട് പോകേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു പോക്കിബോളുണ്ട്. ഇവിടെ ഡെഡ് എൻഡാണ് ഗൈസ്, ഡെഡ് എൻഡാണ്, ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും കാർബോസ് കിട്ടിയിട്ടുണ്ട്. എന്താ ഐറ്റം അറിയില്ല, ചില പ്രോട്ടീൻ പോലത്തെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും. യെസ്, ഓക്കെ. സത്യമായ എനിക്ക് ഐഡിയ ഇല്ല എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്. ഗോഡ്, അത് മൊത്തം ബ്ലോക്കാണ്. ഓക്കെ, മേലോട്ടുമില്ല, താഴോട്ടുമില്ല, ലെഫ്റ്റിലോട്ടുമില്ല. ഇപ്പോൾ ഇവിടെയാണോ? അവിടെയും വഴിയില്ല.
യെസ്, ഹോപ്പ്ഫുള്ളി ഇതായിരിക്കും വഴി. ഓക്കെ, ട്രെയിനിൻ്റെ ബാറ്റിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ആ ഒരു ട്രെയിനിൽ ഡൗണായി. ഓക്കെ, എൻ്റെ മോനെ, ഓ മൈ ഗോഡ്, അപ്പോൾ അതുവഴി നമുക്ക് പോകാമായിരുന്നല്ലേ? ശരി, ഓക്കെ, നമുക്ക് സ്ട്രെങ്ത് യൂസ് ചെയ്ത് നോക്കാം. പക്ഷെ അത് വന്ന വഴി തന്നെയാണ് തിരിച്ച് പോകുന്നതെന്ന് എനിക്കങ്ങനെ തോന്നുന്നത്. ഇതൊന്നും അങ്ങനെ ചാൻസ് ഉണ്ടോ? ഇത് ആക്ച്വലി നമ്മൾ വന്ന വഴിയല്ലേ? അല്ലെങ്കിൽ ഓക്കെ, എനിക്ക് മനസ്സിലായി. ആ ഒരു പിറ്റ് ഉണ്ടല്ലോ, ആ ഒരു കുഴി ഉണ്ടല്ലോ, ആ ഹോളിലേക്ക് ഈ ഒരു കല്ലിടണം. അപ്പോൾ ആ ഒരു വഴി നമുക്ക് പോകാൻ പറ്റും. യെസ്, അതുതന്നെ ആയിരിക്കണം വഴി. യെസ്, എക്സാക്ട്ലി. എൻ്റെ മോനെ, ഏതല്ലേ? ഓ, ഡബിൾസ് ബാറ്റിൽ. ഓക്കെ, ഓക്കെ, അങ്ങനെ ആ ഒരു ഡബിൾസ് ബാറ്റിൽ കഴിഞ്ഞു. നമ്മുടെ ആക്രോൺ ലെവൽ 55 ആയി. വേറൊരു ബഫൂണിൻ്റെ ലെവലപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. ഇനിയിപ്പോൾ ഇതുവഴി വേണം പോകാനായിട്ട്. യെസ്, ഓക്കെ. സോ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വി ആർ ക്ലോസ് ടു പോക്കിമോൺ ലീഗ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഒരു മെഗാ എവല്യൂഷൻ സ്റ്റോണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാച്ചോമ്പൈറ്റോ അങ്ങനെ ഏതൊരു മെഗാ എവല്യൂഷൻ സ്റ്റോൺ. കാച്ചോമ്പ് പോക്കിമോണിന് ഒരു മെഗാ എവല്യൂഷൻ ഉണ്ട്. കാച്ചോമ്പൈറ്റ് എന്നൊരു സ്റ്റോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് മെഗാ ഇവോൾവ് ആവും. സോ ആ ഒരു മെഗാ എവല്യൂഷൻ സ്റ്റോൺ ഇവിടെ കിട്ടുമെന്നാണ് പല റൂമേഴ്സിലും കേൾക്കാനായിട്ട് കഴിഞ്ഞത്. എക്സാക്ട്ലി ടൈറാനിറ്റാറൈറ്റ് അതേപോലെ ഉള്ളൊരു റൂമറാണെന്നാണ് തോന്നുന്നത്. അതായിരിക്കുമോ? അല്ല. ഓക്കെ, ഇവിടെ ഇല്ല ഗൈസ്. പക്ഷേ മറ്റുള്ളവരുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ ഒരു മെഗാ എവല്യൂഷൻ സ്റ്റോൺ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ നോക്കിയിട്ട് എവിടെയും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ആവട്ടെ. എനിക്ക് എന്തായാലും പോകണം. ഇനിയും പോകാനുണ്ട് കുറേ ദൂരങ്ങൾ. ഓക്കെ, ഇവിടെ ആക്ച്വലി പോക്കുണ്ട്. ക്രേസി, വെയിറ്റ് എ സെക്കൻഡ്. അതായത് ഓ സരീന.
I have been thinking ever since all that trouble in Geosinch. Lysandre chose only Team Flare. You and I chose everyone but Team Flare. But since our position forced our hands, you can't really say any of us were right. If both sides have something to say, maybe it's best to meet halfway, okay? So I made a decision. From now on, I don't want to battle just to win, but to see how you and your Pokemon think and feel. That's the kind of Pokemon battle. Okay. ചുരുക്കി പറഞ്ഞാൽ Pokemon battle നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, ലെസ് ചാലഞ്ച് സെരീന. 5 Pokemon ഉണ്ടല്ലേ. നിയോസ്റ്റിക്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇപ്പോൾ 4 Pokemon ഉള്ളൂ. 2 ഫെയിൻറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും മെഗാ എവോൾഡ് എയർഡാക്കിൽ. യെസ്, ഹിയർ വി ഗോ ഗൈസ്. ആക്ച്വലി ഞാൻ എയർഡാക്കിൻ്റെ മെഗാ എവല്യൂഷൻ വളരെ റെയറായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. എൻ്റെ മോനെ ഏതല്ലേ, വേറെ ലെവലാണ്. ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. ഫേക്ക് സെയിം സ്ട്രാറ്റജി, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്തായാലും 1 സെക്കൻഡ് എന്നിട്ട് സ്കൈ ഡ്രോപ്പ് യൂസ് ചെയ്ത് നോക്കാം. ഫ്രണ്ടിലെ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ മുന്നേ ആ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, വേറൊരു ലെവലാണ്. പക്ഷേ 1 ഹിറ്റിന് എൻ്റെ അത് 1 ഹിറ്റ് ആകേണ്ടതാണ്, അത് ക്രിട്ടിക്കൽ ഹിറ്റാണ്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യും? ഓക്കെ, ഓക്സിഡൻറ്റ് യൂസ് ചെയ്ത് നോക്കാം. ഗ്രീൻജ ലുക്കാവിയോ അല്ലല്ലോ, നമ്മുടെ ലുക്കാവിയോ വേണം ആയിരുന്നു. ഓക്കെ, നമുക്ക് ലെസ്കോ ബ്ലാസ്റ്റേഴ്സ്. കാരണം ഗ്രീൻജ എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ഡാർക്ക് ടൈപ്പാണ്. അപ്പോൾ ഫൈറ്റിംഗ് ടൈപ്പ് മൂവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻജയെ എടുക്കാൻ പറ്റുമായേനെ. പക്ഷേ സ്റ്റിൽ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ലെവൽ 61, നോട്ട് ബാഡ്. അവളുടെ സ്റ്റാർട്ടർ ടൈപ്പ് പോക്കിമോൺ അല്ലേ, അതുകൊണ്ടായിരിക്കാം മേ ബി. ഡാർക്ക് പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അത് ഡാർക്ക് ടൈപ്പാണ്, വാട്ടർ ആൻഡ് ഡാർക്ക് ടൈപ്പ് പോക്കിമോണാണ് ഗ്രിഞ്ച. എൻ്റെ മോനെ അതിന് അത്രയും തോന്നുന്നു. എൻ്റെ പൊന്നെ, ഞാൻ സ്റ്റിൽ ബൈറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം ആ ഒരു പോക്കിമോൺ ഫ്ലിഞ്ചഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കാരണം ഡാർക്ക് ടൈപ്പ് ആയതുകൊണ്ടായിരിക്കാം. സ്ട്രെങ്ത് വർക്കൗട്ട് ആകുമോ? എൻ്റെ മോനെ എഗെയിൻ ഡാർക്ക് പേഴ്സ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നോ. എല്ലാം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ തോറ്റു കൊടുക്കുകയെങ്കിൽ വരും. പക്ഷെ അങ്ങനെ നമ്മൾ അനുവദിച്ചു കൂടാ. ഇപ്പം എന്ത് ചെയ്യും നമ്മൾ? ഓക്കെ, 1 സെക്കൻഡ് നമുക്ക് സ്ട്രെങ്ത് യൂസ് ചെയ്ത് നോക്കാം. നോ വേ. ഓക്കെ, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഗൈസ്. ഞാൻ ആക്ച്വലി ഹീൽ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ എന്തോ ഒരു ഓവർ കോൺഫിഡൻസ് പോലെയായി. നമുക്കെന്തായാലും സാസുക്കി നമുക്കെന്തായാലും ഗ്രൗണ്ട് ടൈം യൂസ് ചെയ്ത് നോക്കാം. എർത്ത് വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നേ. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്, നമ്മുടെ റോക്ക് ആൻഡ് ഡ്രാഗൺ ടൈപ്പ് പോക്കിമോൺ ആണല്ലോ. സോ അതുകൊണ്ട് വാട്ടർ ടൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐസ് ടൈപ്പ്, എൻ്റെ പൊന്നെ പറഞ്ഞു തോന്നില്ല. എൻ്റെ മോനെ ഞാൻ പറഞ്ഞില്ല, ഐസ് ടൈപ്പ് മൂവ്സും വാട്ടർ ടൈപ്പ് മൂവ്സും ഇതിന് സൂപ്പർ എഫക്റ്റീവാണ്. നമുക്കത് ഹെഡ് സ്മാഷ് ചെയ്ത് നോക്കാം. പക്ഷെ ആ ഒരു മൂവിന് റീകോയിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഗ്രീൻജയെ നമ്മൾ സക്സസ്ഫുള്ളി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, നല്ല കാര്യം. ഗുഡ് ഗോയിങ്. ഓക്കെ, നമ്മുടെ ഏതൊരു ലെവലപ്പായി. അൾട്ടാറിയ. ഇപ്പം എന്ത് ചെയ്യും?
നമുക്ക് എന്തായാലും കീപ് തൈലാന്തരം എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യും പ്ലീസ്. ഓ നോ, ഞാൻ വീണ്ടും അതേ മണ്ടംപള്ളി കാണിച്ചു. ഹീൽ ചെയ്യേണ്ടതായിരുന്നു, എൻ്റെ മിസ്റ്റേക്കാണ്, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, ശ്വാസമൊക്കെ തോന്നേ. പൊരിഞ്ഞ ബാറ്റിൽ. ഇനിയിപ്പോൾ ആകെ 2 പോക്കെമോൺ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ആര് ജയിക്കും? ഐ ഡോണ്ട് നോ. നമുക്ക് എന്തായാലും അക്കൗണ്ടിന് ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും തണ്ടർ ബോൾട്ട് യൂസ് ചെയ്ത് നോക്കാം. നോ ഡ്രാഗൺ പ്രസ് അഗൈൻ. മൈ ഗോഡ്, എൻ്റെ റിവൈവും ഇല്ല, ഒന്നുമില്ല, ഒരു ഐറ്റംസും ഇല്ല. ഇപ്പം ആകെ ഉള്ളത് എയറോഡാക്റ്റിൽ മാത്രമാണ്. എയറോഡാക്റ്റിൽ ബാക്കി എല്ലാം ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ മോനെ ഇപ്പം എന്ത് ചെയ്യും? ഓക്കെ, നമുക്കിനി റിസ്ക് എടുക്കണ്ടായിരുന്നു. നമുക്ക് ഫുൾ ഹീലുണ്ട്, ഫുൾ റീസ്റ്റോർ ഉണ്ട്. ഓക്കെ, നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. ഫുൾ റീസ്റ്റോർ ആകെ 2 എണ്ണം ഉണ്ട്. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ ചെയ്തില്ല. അതാണ് എൻ്റെ മിസ്റ്റേക്ക്, എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അതാണ്. ഓക്കെ, അവൻ അഗെയിൻ ഡ്രാഗൺ പ്രസ് യൂസ് ചെയ്യുന്നുണ്ട്. അൾട്ടറിയാൻ എൻ്റെ മോനെ. നമുക്ക് എന്തായാലും റോസ് ഗ്ലൈഡ് യൂസ് ചെയ്ത് നോക്കാം. ഹോപ്പ്ഫുള്ളി നമുക്ക് എടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. 1 ഹിറ്റ് ആകേണ്ടതാണ്, 1 ഹിറ്റ് നോക്കത്താകേണ്ടതാണ്. എൻ്റെ മോനെ. ഗോ ഫോർ അയൺ ഹെൽഡ്. ഓക്കെ, അൾട്ടാറിയെ ഫെയിൻ്റ് ആയി. അങ്ങനെ അടുത്തതല്ല ആപ്സ്. ഓക്കെ, ആപ്സ് എന്ത് അവളുടെ ഇപ്പോൾ 2 പോക്കെമോൺ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ആകെ ഒരു പോക്കെമോൺ മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. സോഡ് ഡാൻസ്. ഓക്കെ, ഗോ. ഫ്ലൈ യൂസ് ചെയ്താൽ തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ മോനെ, വാവ്, ഇംപ്രസീവ്. ഞാൻ മോനെ വേറെ ലെവലാണ്. ഓക്കെ, അവളുടെ ലാസ്റ്റ് പോക്കെമോൺ ഫ്ലെയർ ചെയ്യും. നമുക്ക് എന്തായാലും റോക്ക് സ്ലൈഡ് തന്നെ യൂസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഫ്ലൈ യൂസ് ചെയ്തിട്ട് ഒരു റോക്ക് സ്ലൈഡ് യൂസ് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ഒരു ഹോപ്പുണ്ട്. കട്ടയ്ക്ക് നിൽക്കുവാണ് ഇപ്പോൾ. അവളുടെ കയ്യിലും ഒരു പോക്കെമോൺ, നമ്മളുടെ കയ്യിലും ഒരു പോക്കെമോൺ. എൻ്റെ മോനെ, ഈ ജ്യോതി വേറെ ലെവലാ ഗൈസ്, സമ്മതിച്ചിരിക്കുന്നു. ഏതോ ടാക്കിൽ ചെയ്യുവാണ്. ഓസം. ഓക്കെ ഗൈസ്, അങ്ങനെ സംഭവം എങ്ങനെയും നമ്മൾ സെരീനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഇപ്പോൾ ആകെ കൂടിയുള്ള ഒരു പോക്കെമോൺ എയറോഡാക്റ്റിൽ മാത്രമാണ്. ബാക്കി എല്ലാം ഫെയിൻ്റായി. സോ എൻ്റെ ഇപ്പോൾ ആകെ കൂടി ഉള്ളത് 2 ഫുൾ റീസ്റ്റോർ മാത്രമാണ്. റിവൈവ് എല്ലാം കഴിഞ്ഞിട്ടോ. ഇപ്പം എന്താ ചെയ്യാന്നൊരു പിടിയില്ല. എൻ്റെ മോനെ, മാസ് റിവൈവ്. ഓക്കെ, അതെന്തായാലും കുടിച്ച്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി സെരീനെ ബാറ്റിൽ ചെയ്ത് ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ആകെ കൂടി ഉള്ളത് പോക്കെമോൺ എന്ന് പറയുന്നത് എയറോഡാക്റ്റിൽ മാത്രമാണ് കേട്ടോ. മാക്സ് റിവൈസ് കിട്ടി, സെരീന നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഇനിയും നമുക്ക് ദൂരം പോകാനുണ്ട്. സോ ഇവിടെ ആക്ച്വലി ഒരു പോക്കി ബോൾ ഉണ്ട്. സോ അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഏതെന്തായിട്ടും. എൻ്റെ പൂനെ ഏതെന്താണിത്? ഓ, ഫിയറോ. ശരി. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് സ്കിപ്പ് ദിസ് ബാറ്റിൽ.
ആക്ച്വലി ആ ഒരു പോക്കി ബോൾ എടുക്കാൻ വേണ്ടി പോയത്, അപ്പോഴത്തേക്കും നമുക്കൊരു കിക്ക് ബോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എയറോഡാക്റ്റിൽ മെഗാ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് അത് പെർഫോമൻസ് കാഴ്ചയ്ക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഒറ്റയടിക്ക് രണ്ടെണ്ണത്തിന് അത് ഡെഫിറ്റ് ചെയ്തു. വേറെ ലെവൽ തന്നെയാണ്, ഒന്നും പറയാനില്ല കേസ്, ഒന്നും പറയാനില്ല. വേറെ ലെവലാണ് എയറോഡാക്റ്റിൽ എന്ന് പറയുന്നത്. അതായത് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്ര നേരം നമ്മുടെ പ്രോഗ്രസ് സേവ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുകൂടി വരേണ്ടി വരും. ഓക്കെ, എന്തായാലും നമുക്ക് ഒന്നുകൂടി വരേണ്ടി വരും. അത് യാതൊരു മാറ്റമില്ല. കാരണം എല്ലാ പോക്കിനും നമുക്ക് ഹീൽ ചെയ്യണം. ഓക്കെ, ഒരു ട്രെയിനർ ബാറ്റിലുണ്ട്. ഓക്കെ, വളരെ 2 പൊക്കുണ്ട്. സ്ലോ ബ്ലോ, അത് പണിയാകാനുള്ള സാധ്യതയുണ്ട്. സ്ലോ ബ്ലോ നമുക്ക് പണി തരാൻ സാധ്യത. കാരണം നമ്മളുടെ റോക്ക് ആൻഡ് ഫ്ലൈയിങ് ടൈപ്പ് അല്ലേ. ഇപ്പോൾ റോക്ക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ടൈപ്പാണ്. ജസ്റ്റ് എന്തായാലും നമുക്ക് ചെയ്യണം. എന്തായാലും വേണ്ട, തൽക്കാലം വേണ്ട. ഷിൻ്റെ മോനെ ഭാഗ്യം, ഞാൻ ഫ്ലൈ യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഒരു സർഫിൽ എൻ്റെ പണി തീർന്ന് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഐസ്ൻ്റെ മോനെ അത് സൂപ്പർ എഫക്റ്റീവാണ്. കാരണം നമ്മൾ ഫ്ലൈയിങ് ടൈപ്പ് അല്ലേ. ഫ്ലൈയിങ് ടൈപ്പിൻ്റെ മെയിൻ വീക്ക്നെസ്സിൽ വൺ ഓഫ് ദ വീക്ക്നെസ്സാണ് ഈ ഐസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഐസ് ടൈപ്പ്, ഇലക്ട്രിക് ടൈപ്പ്, റോക്ക് ടൈപ്പ് എല്ലാം ഫ്ലൈയിങ്ങിൻ്റെ വീക്ക്നെസ്സാണ്. ഓക്കെ, നമുക്ക് സൈക്കിക്കോ പൊന്നെ. ഓക്കെ, നമ്മുടെ എയറോഡാക്റ്റിൽ ഡൗൺ ആയി ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ സ്റ്റിൽ ഞാൻ തിരിച്ചൊരു വരവ് വരും, അത് ഉറപ്പാണ് ഗൈസ്. അങ്ങനെ വൺസ് അഗൈൻ ആ ഒരു ട്രെയിനിനെ നമ്മൾ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ഇത്തവണ ഞാൻ ഇറക്കാൻ പോകുന്നത്, ഞാൻ എല്ലാ പൊക്കമുള്ള ഹീൽ ചെയ്തിട്ടോ, എല്ലാ പൊക്കമുള്ള ഹീൽ ചെയ്തു. എല്ലാം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആഗ്രോണിനെ കുറച്ച് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രോണിനെയാണ് ഇറക്കിയിരിക്കുന്നത്, നമ്മുടെ കാഗയ. ഓക്കെ, നമുക്ക് യൂസ് തണ്ടർ ബോൾട്ട്. അതൊക്കെ അങ്ങോട്ട് എഫക്റ്റീവ് ആയില്ലെന്ന് പറയണം. ഐസ് ബീം, ഓക്കെ, ഐസ് ടൈപ്പ് മൂവ്സ് അത്രയും എഫക്റ്റീവ് ആണോന്ന് കണ്ടറിയണം. ഇല്ല, കണ്ടില്ലേ, നോട്ട് വെരി എഫക്റ്റീവ്. പക്ഷേ നമ്മൾ ഫ്രോസൺ സോളിഡായി മാറി. എൻ്റെ പൊന്നേ, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമുക്ക് എന്തായാലും ഓക്കെ, വീണ്ടും അവൻ ഐസ് ബീം യൂസ് ചെയ്തു. ഓക്കെ, ഓൺ, നമ്മളെ കൊണ്ട് പറ്റും. ആഗ്രോൺ കമോൺ, പ്ലീസ് കമോൺ. ഒന്നും നടക്കില്ല. നമുക്ക് എന്തായാലും പോക്കൻ സ്വിച്ച് ചെയ്യണം, അതാണ് നല്ലത്. ഇനിയെങ്കിലും നമുക്ക് നോക്കിയും കണ്ടും കളിച്ചില്ലെങ്കിൽ വീണ്ടും അതേപോലെ അവസ്ഥയായിട്ടും പിന്തുടരേണ്ടി വരും. നമുക്ക് എന്തായാലും സ്വിച്ച് ടു ബ്ലാസ്റ്റേഴ്സ്. യെസ്, ഇപ്പോൾ ശരിയാക്കിയതായി, ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആരാണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ബൈറ്റ് അതേ നടക്കുള്ളൂ, കാരണം സൈക്കിൾ ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഡാർക്ക് ടൈപ്പ് മൂവ്സ് സൂപ്പർ എഫക്റ്റീവ് കണ്ടില്ലേ, സൂപ്പർ എഫക്റ്റീവ് ആണുള്ള ചാൻസ്. ഈ ഫ്ലിഞ്ചിഡായി, അവൻ ഫ്ലിഞ്ചിഡായി. എൻ്റെ മോനെ ഏതല്ലേ, അത്രയേ ഉള്ളൂ. 2 കളിയുടെ കുറവുണ്ടായിരുന്നുള്ളൂ ഇതിന്. ഓക്കെ, നമ്മുടെ ആഗ്രോണിന് എല്ലാം ലെഫ്റ്റായിട്ടുണ്ട്. ഓക്കെ, എല്ലാ പൊക്കവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അൽത്താവിയ. ഓക്കെ, ഐ ഹോപ്പ്. യെസ്, ഞാൻ ഐസ് ക്രീം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ ടീം നമുക്ക് കിട്ടിയല്ലോ. നമ്മുടെ വൾഫ്ക്ക് ജിംഗിയുടെ ഡിഫീറ്റ് ചെയ്തപ്പോൾ ജിംഗിയുടെ നമുക്ക് ഐസ് ക്രീം വന്നു. സോ ആ ഒരു ഐസ് ക്രീം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതാണിപ്പോൾ ഇവിടെ വർക്കായത്. യെസ്, ഒറ്റയടിക്ക് എടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല, താഴോട്ട് പോകേണ്ടി വരും. ഓക്കെ, ഇതാണ്
കറക്റ്റായിട്ടുള്ള വഴിയും തോന്നുന്നു എനിക്ക്. ഇനിയിപ്പോൾ ഒരുപാട് ദൂരമൊന്നും പോകാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം കൂടിയേ പോകാനുള്ളൂ. ഇവിടെ ഒരു ട്രെയിൻ ബാറ്റിലുണ്ട്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ആഗ്രയിൽ നമുക്കൊന്ന് ഫുൾ ഹീല് കൊടുക്കണം. IC ഉണ്ടല്ലോ. ഓക്കെ, IC കൊടുത്തിട്ടുണ്ട്. കാരണം ഫ്രോസൺ സോളിഡ് ആയല്ലോ. ഓക്കെ, സോ ഇവിടെ ഒരു ട്രെയിനിൽ ബാറ്റിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ചെയ്യുക? ഓക്കെ, ലെറ്റ്സ് ബാറ്റിൽ ഹിം. അവനെ കൂടി തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പണിംഗ് പോലെ കാണുന്നുണ്ട്. സോ ലെറ്റ്സ് ബാറ്റിൽ. ഓക്കെ ഗൈസ്, അങ്ങനെ ആ ഒരു ട്രെയിനർ ബാറ്റിൽ കഴിഞ്ഞു. സോ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഐ ഹോപ്പ് ഇത് പോക്കിമോൺ ലീഗിലേക്കുള്ള വഴിയായിരിക്കണം. ഇനിയും പോകാനുണ്ടോ? ഓക്കെ ഗൈസ്, സോ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് ഇനി അധിക ദൂരം ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. എഗെയിൻ ഇവിടെയും കുറേ ട്രെയിനർ ബാറ്റിലിൻ്റെ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, സോ കുറേ ട്രെയിനർ ബാറ്റിലുണ്ട് കേട്ടോ. ഒരുപാട് ട്രെയിനേഴ്സ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് എല്ലാവരെയും നമുക്ക് ഡിഫീറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്തായാലും ഞാൻ ഈ ബാറ്റിൽസ് ഒന്നും ഞാൻ കാണിക്കാൻ പോകുന്നില്ല. സ്കിപ്പ് ചെയ്യാൻ പോവാണ്. കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ആലോചിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് മെയിൻ കണ്ടൻറ്റിലോട്ടാണ് കിടക്കേണ്ടത്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ബാറ്റിൽ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ബാറ്റിൽ.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി കുറേ ട്രെയിനർ ബാറ്റിന് ശേഷം പോക്കിമോൺ ലീഗിൽ എത്തിയിരിക്കുകയാണ്. കുറേ ട്രെയിനർ ബാറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ 2-3 ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരെയും നമ്മൾ ഡിഫീറ്റ് ചെയ്തു സക്സസ്ഫുള്ളി. ഓക്കെ, സോ നമുക്ക് എന്തായാലും പോക്കിമോൺസിനെ ഹീൽ ചെയ്യണം. ഓക്കെ, അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പം നമ്മുടെ ടീം എന്ന് പറയുന്നത് ആക്ച്വലി ഡെൽഫോക്സ് ആൻഡ് ബ്ലാസ്റ്റോയ്സ്, എയറോഡാക്റ്റിൽ, പിന്നെ ലുക്കാറിയോ, പിന്നെ ഡ്രാഗൺ ആൻഡ് റോക്ക് ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, ടൈറാൻട്രം, പിന്നെ അവസാനം നമ്മുടെ ആഗ്രോൺ. സോ ഇതാണ് നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള കറണ്ട് ടീം. ഇതിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഹോപ്പ് വി ക്യാൻ ഡു അവർ സെൽഫ്. നല്ല രീതിക്ക് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പോക്കിമോൺ ലീഗ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോക്കിമോൺ ലീഗിൽ വെച്ച് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. ഓക്കെ, സ്റ്റേ ട്യൂൺ till the next episode. This is your Crazy Gamer signing off. Goodbye guys.